നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ തൃശ്ശൂർ പൂരമായിരുന്നല്ലോ, ചരിത്ര പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ഗംഭീരായിരുന്നു. ഒരു ദിവസം മുൻപ് തന്നെ നെയ്തലക്കാവിലെ അമ്മ തെക്കേ ഗോപുരനട തുറന്നു രാവിലെ 8 മണിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ പൂരം തുടങ്ങുകയാണ്. രാവിലെ ചെറുപൂരങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരിക്കും കൊച്ചുപൂരാന്ന്. കൊച്ചുപൂരം എന്നല്ല കേട്ടോ, ഓരോ പൂരത്തിലും 15ഓളം ആനകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരുപാട് ആനകളും മേളക്കാരും ഒക്കെ ഉള്ള പൂരങ്ങളാണ്. തൊട്ടടുത്തുള്ള എല്ലാ ദേവാലയങ്ങളിൽ നിന്നും പൂരം വരും. കണിമംഗലം ശാസ്താവാണ് ആദ്യം വരിക. രാവിലത്തെ പൂരം ഞാനിതുവരെയും കണ്ടിട്ടില്ല. അപ്പം മോൻ പറഞ്ഞു നമുക്കൊന്ന് പോയി വരാം, ഒന്ന് കറങ്ങി വരാം എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു 9:30 ആയി കേട്ടോ. 9:30 10 മണി ആവാറായി. അപ്പം തന്നെ അവിടെ കുറച്ച് പൂരങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. എങ്കിലും നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി. അവിടെ ചെന്നപ്പോഴും നമ്മുടെ വണ്ടിയൊന്നും അടുത്തേക്ക് പോവില്ല. കുറേ ദൂരെ പാർക്ക് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. നല്ല വെയിൽ, പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര ഭയങ്കര വെയിലാണ്. ഈ വെയിലൊക്കെ കൊണ്ട് നടന്ന് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലെത്തി. അവിടെ ശക്തൻ തമ്പുരാൻ്റെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അങ്ങനെ മുനിസിപ്പൽ ഓഫീസൊക്കെ കണ്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ തെക്കേ ഗോപുരനടയിലേക്ക് കയറുകയാണ്. അകലേന്ന് തന്നെ മേളം കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. പൂരം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ പൂരം കഴിഞ്ഞു. അത് കലാശിച്ച് അവിടേക്ക് തിരിച്ചു പോയി. ഇങ്ങനെ ഓരോ പൂരങ്ങളും പടിഞ്ഞാറേ നടയിലൂടെ വന്ന് വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ നിന്നില്ല. നേരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പടിഞ്ഞാറ് നടയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പടിഞ്ഞാറ് നടയിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര മതിലിൻ്റെ ഉള്ളിലാണ് പൂരം നടക്കുന്നത്. മേളമൊക്കെ ഗംഭീരമായിട്ട് കേൾക്കാം. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഈവൻ മതിലിമ്മ തന്നെ ആൾക്കാർ നിരന്ന് ഇരിക്കുകയാണ്. നമുക്കത് കടക്കാനേ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ തിക്കിലും തിരക്കിലും പെടാതെ പുറത്തോടെ പോയി പൂരപ്പറമ്പൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് കുറേ കാഴ്ചകളൊക്കെ കണ്ട് സൈഡിൽ നിന്ന് മതിലിൻ്റെ മോളിക്കോടെ പുറത്ത് നിന്ന് പൂരമൊക്കെ കണ്ടു, ആസ്വദിച്ചു, തിരക്ക് ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ കേട്ടോ. തേക്കിൻകാട് മൈതാനത്തിലൂടെ ഒന്നിങ്ങനെ കറങ്ങി വെടിക്കെട്ടിൻ്റെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ദിവസം സാമ്പിൾ വെടിക്കെട്ട് നടന്ന സ്ഥലം, ഇന്ന് വൈകുന്നേരം പൊട്ടിക്കാനുള്ള സ്ഥലം ഒക്കെ കണ്ടു. അങ്ങനെ കറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ കേട്ടോ ആ തിരക്കിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. ശക്തൻ തമ്പുരാനെ കാണാം. കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ നേരെ വടക്കുന്നാഥ സന്നിധിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരങ്ങനെ പോകുന്നുണ്ട്. ക്രമസമാധാനത്തിന് പോലീസുണ്ട്. ഒരു പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേളത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഇതേത് പൂര ആദ്യത്തെ തന്നെയല്ലേ? കാരമുക്ക്. ഓക്കെ, ഈ തെക്കോട്ടിറക്കത്തിലെ സമയത്ത് ഇവിടെ ആയിരിക്കും നമ്മൾ നിൽക്കുക അല്ലേ? ഇവിടെ ആൾക്കാർ നിൽക്കുക. അതെയാ? അത് അനൗൺസ്മെന്റ് ഇറക്കുന്നത് അല്ലേ?
അനൗൺസ്മെന്റ് ആണോ? അത് ശരി. അതെയാ, കയറ്റം തന്നെയല്ലേ, തേക്കോട്ടെ ഇറക്കം തന്നെയല്ലേ? തെക്കേ നട. ഇന്നലെ കാലത്ത് നെയ്തലക്കാവിലമ്മ തുറന്നതാ അല്ലേ? ആ, ഇതൊരു ചെറുപൂരാണ്. കാരമുക്ക. ഓക്കെ, വരുന്നു. പൂരം കഴിഞ്ഞു. അഞ്ചാന. ഇനി അടുത്ത പൂരം വരും വേറെ അല്ലേ? പൂരങ്ങൾ ഓരോന്നോരോന്നായി പടിഞ്ഞാറേ നടയിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറിയിട്ട് തെക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് കുറച്ച് നേരം മേളമൊക്കെ ഉണ്ടാവും. പൂരം ആസ്വദിപ്പിച്ച് അവർ തിരിച്ചു പോകും അവരുടെ സമയം കഴിയുമ്പോൾ. ഇനി അടുത്ത ടീം പൂരം വരും. ക്രമസമാധാന പാലനത്തിന് ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പോലീസുകാർ അവർക്ക് വേണ്ടത്ര നിർദ്ദേശമൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ. ചേട്ടാ, അതെയാ? ഇവിടെ ആൾക്കാർ കിടക്കാണ്ടിരിക്കാനായിട്ടല്ലേ? ഇവിടെ അപ്പുറത്തെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ള കയറാ സമയത്ത് ആൾക്കാർക്ക് നിൽക്കണം. അച്ഛൻ അവിടെ പടിഞ്ഞാറേ നടയിലേക്ക് പോകാണ് ഈ തേക്കിൻകാട് മൈതാനത്തിലൂടെ. അപ്പോൾ പലതരത്തിലുള്ള കച്ചവടക്കാർ അവിടെ നിരന്നിട്ടുണ്ട്. ഇതാണ് സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി കുഴിച്ച കുഴികളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇഷ്ടംപോലെ നിരനിരാന്ന് വെച്ചിട്ടുള്ള കതിനകളൊക്കെ വെച്ചിട്ടുള്ള കുഴികളാണിത്. അതെ, അവിടെ കാണാം നമുക്ക്. ഇവിടെ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്ന സ്ഥലമല്ലേ? എന്താന്ന് ഇതിനുള്ളിൽ സൂക്ഷിക്കൂല്ലേ? എന്നിട്ട് അവിടെ പൊട്ടിക്കുക, ഇവിടെയൊക്കെ വെച്ച് പൊട്ടിക്കൂല്ലേ? ഇവിടെയൊക്കെ പൊട്ടിക്കാം.
കപ്പലണ്ടി മേടിക്കണോ? യെസ്. കഴിഞ്ഞ ദിവസത്തെ വെടിക്കെട്ട് ഇവിടെ ആയിരുന്നു അല്ലേ? കുഴികളിലേക്ക് കാണുന്നത്. ആ നമുക്ക് ശരി നല്ല കാറ്റുണ്ട് അല്ലേ? എന്ത് പറ്റിയാവോ അല്ലേ? കുറേ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. വെച്ചേ നമുക്ക് വീശറി കിട്ടിയില്ലല്ലോ. നല്ല കാറ്റുണ്ടല്ലേ? സംഭാരത്തിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? സംഭാരം. അവിടെ വേറെ പൂരം നടക്കണ്ടല്ലേ പടിഞ്ഞാറ് നടയിൽ. എന്നിട്ട് ആന വരുന്നു. ഇപ്പം കഴിഞ്ഞ പൂരത്തിൻ്റെ ആനയാണ് ആ പോണത് കേട്ടോ. മേളക്കാരും പോയി. ചേട്ടാ ഇത് നിൽക്കലതാ? ഇത് നിൽക്കലതാ? ദൈവമേ. മരുന്നിട്ടുണ്ടാവില്ല അല്ലേ? മരുന്നിട്ടുണ്ടാവില്ലേ? കുഴിമിന്നല്ലേ? കുടിവെള്ളം അല്ലേ? കുടിവെള്ളം ഗ്ലാസ് കുടിക്കാം നമുക്ക്. കഞ്ഞാട്ട് മണി കണ്ടാൽ
പൂരാണ് അതിനുള്ളിൽ ഇപ്പൊ നടക്കണേ അല്ലേ? നമ്മളിപ്പോൾ പടിഞ്ഞാറ് നടയിലാണ് വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ പൂരം തകൃതിയായി നടക്കുന്നുണ്ട്. 15 ആനകൾ നിരന്ന് നിന്നിട്ട് പൂരം ഒരെണ്ണം അവിടെ കാണാം, ഒരു സെറ്റ്. അതിൽ പിന്നിലായിട്ട് വീണ്ടും പല പൂരങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും അവരവരുടെ ഊഴം കഴിഞ്ഞ് ക്ഷേത്ര ഗോപുരത്തിനുള്ളിൽ കൂടെ ഉള്ളിൽ കടന്ന് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്ക് കടക്കും. ഇതുപോലെ എല്ലാവരും ഒരു 12 മണിക്ക് മഠത്തിൽ വരവ്. ഇവിടെ വെടിക്കെട്ടിനുള്ളതാ നോക്കട്ടെ എപ്പോഴാ? പടക്കം എല്ലാം തയ്യാറാക്കി മൂടിയിട്ടിരിക്കുക, മഴ പെയ്യും കൊള്ളാണ്ടിരിക്കാനായിട്ട്. സൂപ്പർ. ഇതൊരു പൊട്ടിക്കും അല്ലേ? ഇത് തിരുവമ്പാടിക്കാരാണ് ഇവിടെ പൊട്ടിക്കുക. നമ്മൾ നേരത്തെ കണ്ടത് അവിടെ ഘടകപൂര ചെമ്പുക്കാവ്. ഇവിടെ തിമർത്തുകൊണ്ടിരിക്കണം ഏതിലൊക്കാവും അല്ലേ? അപ്പോൾ ഇവിടെ പൂരം കഴിഞ്ഞിട്ട് കേറി അമ്പലത്തിനുള്ളിൽ കയറും. ഉള്ളിൽ കയറിയിട്ട് തെക്കേ നടത്തെ കൂടെ ഇറങ്ങിപ്പോരും. അപ്പം ഇവർ കയറും അല്ലേ? അപ്പം ഇവർ കയറും. ഓക്കെ. ഉച്ചയ്ക്ക് വെടിക്കെട്ടുണ്ടാവോ? ഉച്ചയ്ക്ക് എത്ര ആനേൻ്റെ ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 അല്ലല്ല 15 ഉണ്ട് കേട്ടോ. അവരെ കൂടെ ഇല്ലേ? അവിടെ ഉണ്ട് ചേട്ടാ, അവിടെ ഉണ്ട്. ആ
കഴിച്ചോ 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 കഴിച്ചോളൂ. എന്തേ തൊണ്ട വേണ്ടിട്ടുണ്ടാ? അല്ല ആൾക്കാർ പോകുന്നുണ്ട്. പിടിക്കോട്ടെ ഇത് പിടിക്കട്ടെ. വെടിക്കെട്ട് കുഴികളൊത്തണ്ട, കുഴികളൊത്തണ്ട, വെടിക്കെട്ട് കുഴികളൊത്തണ്ട നാളേക്ക്. മതിലിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. കണ്ടുപോയിരിക്കണത് നേരത്തെ പോയാലും സീറ്റ് കിട്ടുള്ളൂ ഇരുന്ന് കാണാനായിട്ട്. പോയി അവിടെ അകത്ത് വേറെ കയറിയില്ലേ? ഇപ്പൊ 3 സെറ്റ് പൂര നിൽക്കണ. മുമ്പിൽ സെറ്റ് നിൽക്കണ്ട, ഇവിടെ സെറ്റ് നിൽക്കണ്ട, ഇവിടെ സെറ്റ് നിൽക്കണ്ട. വാവനൊക്കെയാ വാവനൊക്കെ അങ്ങനെന്നാ. ഇവിടുത്തെ കുഴികളൊക്കെ ഇവിടേക്കുള്ള തിരുവമ്പാടിക്കാരുടെ അല്ലേ? ഈ ഭാഗത്തുള്ള വെടിക്കെട്ട് ആ ഇത് മറ്റേത് ഉള്ളി കടന്നുണ്ടാവൂല്ലേ, പുറത്ത് കടന്നുണ്ടാവൂല്ലേ. അപ്പം 3 സെറ്റ് നിൽക്കണ. മൂന്നാമത്തെ സെറ്റ് അവർ കുറച്ചങ്ങോട്ട് കയറിയിട്ടാ ഇവർ തുടങ്ങുള്ളത് കൊണ്ട് അല്ലേ? അറിയില്ല.
അയ്യന്തോൾ കാർത്തിയായനി. അതെങ്ങനെയായിരുന്നു അറിയാം? അതെയാ? എവിടെ ഇരിക്കണേ? എൻ്റെ ഇതൊക്കെ ഇപ്പം കഴിയുതാ. റൗണ്ട് എത്തിയില്ലേ? റോഡെത്തി. അവിടെ കയറ്റി മറ്റൊരു കയറിപ്പോൾ ഇവര് ഒരു സെറ്റ് അവിടെ കയറിപ്പോയി, അങ്ങറ്റത്തെത്തി. മധ്യത്തിലുള്ള ആൾക്കാർ കുറച്ചുകൂടി കയറി, ഇവർ പിന്നെയും കയറി, ചുവപ്പക്കാർ. ചാടാൻ നിൽക്കണോ? എന്നാ എടുക്ക്, പത്തരക്ക് അതെല്ലാവരും പുറത്തേക്ക് വരണേ. ഇവിടെ ഇരുന്നാൽ മഠത്തിൽ വരവിൻ്റെ കാഴ്ച കാണാനായിട്ട് സൗകര്യമുണ്ട്. തിരക്കിൽ പെടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ചതാണ് ഇവിടെ ഇരുന്നിട്ട് കേട്ടോ. അങ്ങോട്ട് ഇരിക്കുക സുഖമായിട്ട്. അവിടെ വിശരി കൊടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇതിലെ വിശരി കൊടുക്കുന്ന സ്ഥലം അതന്നെ. അത് പൂരം കഴിഞ്ഞിട്ട് പറഞ്ഞതാ. ആലവട്ടം പെഞ്ചാമരം പട്ടം ഇതിക്കൂടെ പോയി നമുക്ക് പോയി മേടിക്കാറുണ്ടോ? ഇക്കോടെ ചാടി കിടക്കാൻ പറ്റുമോ? അങ്ങോട്ട് ഇരിക്കണമെങ്കിൽ എല്ലാവരും സീറ്റ് ഉറപ്പിച്ചു ഇതിക്കൂടെ പോകുമ്പോൾ കാണാനായിട്ട്. ശരി, കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഉള്ളിക്കൂടെ കടത്ത് ഞാൻ വിട്ടാനാ. വെള്ളം വേണോ? ആ, ഞാൻ വിചാരിച്ചേ നമ്മുടെ വീട്ടിൽ ആന വന്നു. താങ്ക് യു. എന്ത് സുഖമായില്ല. ഇരുന്നോളൂ. അവനോടത്തില്ലേ? ശരി, അനു ഇപ്പുറത്ത് കാട്ടിലിരുന്നോളൂ. എന്ത് സുഖ. ശരി വേണം.
സുഖം. പൂരം പൂരം ADGP കേരള പോലീസിൻ്റെയാണ് കേട്ടോ. പഠിക്കല അന്തപ്പൻ സ്മാരക വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് അതാണ് അവരോട് കൊടുക്കണേ. പണ്ട് ഞങ്ങളെ ഉച്ചയ്ക്ക് വരും കേട്ടോ. വസ്ത്രങ്ങൾ 1 kg 888 രൂപ. വസ്ത്രങ്ങൾ ഏതെടുത്താലും 1 kg 88 രൂപ മാസം. വേസ്റ്റ് ഇട്ടോ 5 സാരി ഒന്നും 1 കിലോ ഉണ്ടാവില്ല ചേട്ടാ. നനക്കേണ്ടി വരും. 2 അടി സ്വന്തം മേത്തടിച്ചിട്ട് ആൾക്കാരെ കാശ് മേടിക്കാം. 108 എമർജൻസി. വേറെ പൂരം വന്നു അല്ലേ? മണികണ്ഠനാല് അല്ലേ? മണികണ്ഠനാല്. ബഹുമാനിയ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ. അവിടെ ആൾക്കാർ നിൽക്കണ്ടല്ലോ. പേരെന്താ? ലതാന്ന പേര്. ലത. എവിടെ വീട്? ചേറൂര. എന്റെ വീട് പാടുകാടാ. ഞങ്ങള് ലത അല്ലേ? ലതയുടെ ഫുൾ പറയൂ. ലത ശശീന്ദ്രൻ. വീട് എവിടെയാ? വരന്തരപ്പള്ളി. ലത നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ ഒരു അംഗമാണ് കേട്ടോ. അപ്പൊ ലത എങ്ങനെയും കാണാൻ സാധിച്ചല്ലോ എനിക്ക് അല്ലേ? സന്തോഷം. ഇവിടെയാണ് പോലീസുകാര് സ്ഥലമാണ് കേട്ടോ. കേരള പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്ഥലം, പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട സ്ഥലം, ആൾക്കാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഈ സേവനം സ്ത്രീകളും കുട്ടികളും പരമാവധി ഉപയോഗിക്കുക. പൂരം കൺട്രോൾ ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ പറയുന്നവയാണ്: 7994412345 79 94 41 23 45 8086 100 100 80 86 100 100 0487 2422 003 0487 24 22 003.
പോലീസ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങളുടെ പേഴ്സും ആഭരണങ്ങളും മറ്റു വിലപ്പെട്ട വസ്തുക്കളും സൂക്ഷിക്കുക. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും വെടിക്കെട്ട് പ്രദർശന സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കരുത്. ശാരീരിക അസ്വസ്ഥതകളിൽ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ഉപയോഗിക്കുക. അമ്മ എവിടെയാണോ അമ്മ എവിടെ വെച്ചിട്ട് ഇവിടെ നാളോളം പറഞ്ഞു അവരോട് അങ്ങോട്ട് എന്താ കുഴപ്പമില്ല. വേദനയുള്ള ഭാഗത്ത് വെച്ച് 5 മിനിറ്റ് കടിച്ചു പിടിക്കുക. പുറമെ 2 തുള്ളി തൈലം പുരട്ടി പല്ലുവേദന കിട്ടുക. പിടലി വേദനയ്ക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി നല്ല തുണി കൊണ്ട് തുറച്ച് തൈലം ഇട്ടതിനു ശേഷം രാവിലെ ആവി പിടിച്ച് പിടലി വേദന വിട്ടുമാറും. തുളസി തൈലം ഒരു മഹാത്ഭുതം. പതിറ്റാണ്ടുകളുടെ ശ്രമഫലമായി വികസിപ്പിച്ചെടുത്ത തുളസി തൈലം. വാദം കഫം രോഗങ്ങളോട് ഇനി ഗുഡ് ബൈ പറയും. മനുഷ്യന്റെ 90% രോഗങ്ങൾ വാദസംബന്ധമായതോ കഫം സംബന്ധമായതോ ആണ്. ജലദോഷം, മൂക്കടപ്പ്, തലവേദന, തൊണ്ടവേദന തുടങ്ങിയ കഫസംബന്ധമായ രോഗങ്ങൾക്കും കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കൈകാൽ തരിപ്പ്, നടുവുവേദന തുടങ്ങിയ വാദസംബന്ധമായ രോഗങ്ങൾക്കും ഒരു ഉത്തമ സിദ്ധൌഷധമാണ് ക്ഷീര തുളസി തൈലം. തുളസി തൈലം ഒരു മുൻപ് ഈ തൈലം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ധാരാളം ഉണ്ടാകും. വളരെ ഫലപ്രദമായ തൈലമാണ്. വാങ്ങി തുളസി തൈലം ഉപയോഗിക്കേണ്ട ക്രമം: തലവേദനയ്ക്ക് അല്പം തൈലം കയ്യിലെടുത്ത് നെറ്റിയുടെ ഇരുവശത്തും നന്നായി പുരട്ടുക. അല്ലെങ്കിൽ അല്പം തൈലം തുണിയിൽ നന്നായി നനച്ചെടുത്ത് തുണി നെറ്റിയിൽ പറ്റിച്ചു വെക്കുക. തലവേദന വിട്ടുമാറും. അമിതമായി സ്ട്രെയിൻ ചെയ്യുമ്പോൾ മാനസികമായ സമ്മർദ്ദമുള്ളപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സാധാരണ രോഗമാണ് തലവേദന. തലവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു സിദ്ധൌഷധമാണ് ക്ഷീര പെയിൻ ഓയിൽ, ക്ഷീര പെയിൻ ബാം. വരൂ, വാങ്ങി ഉപയോഗിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മിക്കപ്പോഴും ഉണ്ടാകുന്നതാണ് നടുവുവേദന. വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു സിദ്ധൌഷധമാണ് തുളസി തൈലം. വരൂ, വാങ്ങി ഉപയോഗിക്കുക. മറ്റൊരു ജലദോഷം. 1 ലിറ്റർ വെള്ളം ചൂടാക്കി 2 മില്ലി തൈലം അതിൽ ഒഴിച്ച് നന്നായി ആവി പിടിക്കുക. തൊണ്ടവേദനയും കഫക്കെട്ടും ജലദോഷവും വളരെ ഫലപ്രദമായ തൈലമാണ്. വാങ്ങി ഉപയോഗിക്കുക. അകത്ത് തൈലം നന്നായി തേക്കുക. രക്തയോട്ടം കൂടും, തരിപ്പ് മാറും. വളരെ ഫലപ്രദമായ തൈലമാണ്. വാങ്ങി ഉപയോഗിക്കുക. ഇതിനു മുമ്പ് ഈ തൈലം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ധാരാളം ഉണ്ടാകും. വളരെ ഫലപ്രദമായ തൈലമാണ്. വരും, വാങ്ങി ഉപയോഗിക്കുക. അനുഭവിച്ച ക്ഷീര പെയിൻ ഓയിൽ, ക്ഷീര പെയിൻ ബാം. ക്ഷീരപാനം അംഗങ്ങൾക്കായി നൽകുന്ന മറ്റൗഷധം. മൈഗ്രെയിൻ പോലുള്ള അത് കഠിനമായി വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട. തുളസി തൈലം ഉപയോഗിക്കും. ഗുണപ്രദമായ തൈലം തുളസി തൈലം. ഉള്ളങ്കാൽ പെരുപ്പ്, കൈകാൽ മരവിപ്പ് എന്നിവയ്ക്ക് ഉത്തമ ഔഷധമാണ് ക്ഷീര പെയിൻ ബാം. വാങ്ങി ഉപയോഗിക്കും. ഗുണമേന്മയുള്ള ഔഷധമാണ് ക്ഷീര പെയിൻ ബാം. വരൂ, വാങ്ങി ഉപയോഗിക്കും. ഗുണമേന്മ അനുഭവിച്ചറിയും ക്ഷീര പെയിൻ ബാം. തുളസി തൈലം. പിടലി വേദനയ്ക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി നല്ല തുണി കൊണ്ട് തുടച്ച് തൈലമിട്ടതിനു ശേഷം രാവിലെ ആവി പിടിച്ച് പിടലി വേദന വിട്ടുമാറും. മീര ഫാർമ നിങ്ങൾക്കായി നൽകും തുളസി തൈലം. തുളസി തൈലം ഒരു മഹാത്ഭുതം. പതിറ്റാണ്ടുകളുടെ ശ്രമം രോഗങ്ങളോട് ഇനി ഗുഡ് ബൈ പറയും. മനുഷ്യന്റെ 90% രോഗങ്ങൾ വാദസംബന്ധമാണ്. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കൈകാൽ തരിപ്പ്, നടുവുവേദന തുടങ്ങിയ വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഇതെന്ത് സാധന? ആ, ചെടിയാണോ? 3 വർഷം വെള്ളത്തിന് മുക്കി വെച്ചാലേ. വെള്ളത്തിൽ വെച്ചാൽ അതുപോലെ ആവൂലേ? ഓ, എന്താ വില? 30 രൂപ ഒരെണ്ണത്തിനാ? 3 വർഷം
3 വർഷം. വലുതാവോ? ഇനി വലുതാവോ? അതാ വേറെ സാധനം. അതെന്താ? ഒരു കെട്ട് 40 രൂപ, 3 കെട്ട് 30 രൂപ. വയമ്പ് അല്ലേ? ആരാണ് കഴിക്കുന്നല്ലേ? ഓ അത് ശരി. കുരുമുളകും ചുക്കൊക്കെ ചേർത്തുണ്ടാക്കുന്ന കരിപ്പറ്റിയും കഴിച്ച് അതിന്റെ സ്വാദം കൂടി അറിഞ്ഞ് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രായമായ മുത്തച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ വീട്ടിലുള്ളവരാ, അവർക്ക് ഇത് ഗുണകരമായി ഭവിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ അടുത്ത് വന്ന് ലേശമെന്ന് കഴിച്ച് ആവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. കോഴിക്കോടൻ ഹൽവ. നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒറ്റമൂലി ഔഷധമാണ് നിങ്ങളെ കാണുന്നത് എക്സിബിഷൻ്റെ സ്റ്റാളല്ലേ? അല്ലേ? ഇത് തന്നെ വലിയൊരു എക്സിബിഷൻ അല്ലേ? അതിനുള്ള വേറെ എക്സിബിഷൻ അല്ലേ? കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സൗത്ത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക മേഖലയിലെ കാമ്പലത്തിന് ഇപ്പൊ എഴുന്നള്ളിക്കൂ അല്ലേ? 12 മണിക്ക് വരും. 12 മണിക്ക് 12:30 കേറി ആനയൊക്കെ 12 മണിക്ക് അല്ലേ? ദേവീ ശരണം, ദേവീ ശരണം. 15 ആന ഉണ്ടാവില്ലേ? വടക്കുന്നാഥൻ്റെ കിഴക്കേ നട. ഇവിടെ പൂര പ്രദർശന സ്റ്റാള്. കേറിനാലോ? കേറിനാലോ? ഹൈവേ ജംഗ്ഷൻ എതിർവശം എന്നിവയാണ് മെഡിക്കൽ എയ്ഡ് പൊതുജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ. പൂര ദിവസങ്ങളിൽ ഡോൺ കറക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു.
ദർശനത്തിന് കടലാസ് നമ്മുടെ ബാഗിൽ തരട്ടെ മോ വീനസ് അല്ല വേണൂസാണ്. നമ്മളിപ്പോൾ വടക്കുന്നാഥൻ്റെ കിഴക്കേ നടയിൽ, അതായത് പാറമേക്കാവ് അമ്പലത്തിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. പാറമേക്കാവ് ഭഗവതിയുടെ 15 ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട് മുറ്റത്ത്. ഇപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിക്കും 12:30 മണിക്ക്. വെയിലാണെങ്കിൽ അസഹ്യമായ വെയിൽ, എങ്കിലും ജനങ്ങൾക്ക് ഒട്ടും കുറവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളോടൊപ്പം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലൊന്ന് കറങ്ങാൻ സാധിച്ചതിനാൽ സന്തോഷിക്കുന്നുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ. അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാൾ നേരത്തെ പോകാം. അപ്പോൾ അമ്പലത്തിനുള്ളിലൊക്കെ കയറാം കേട്ടോ.